നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വന്തം ചാനലിന്റെ ക്രിസ്തുമസ് ദിനാശംസകൾ. പ്രധാന വാർത്തകൾ. തിരുപ്പിറവിയുടെ സന്ദേശവുമായി ക്രൈസ്തവ സമൂഹം ഇന്ന് ക്രിസ്തുമസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിലെ ചടങ്ങുകൾക്ക് ശേഷം പ്രത്യേക ചടങ്ങുകളോടെയാണ് ക്രിസ്തുമസിനെ വരവേറ്റത്. ലഹരി വിരുദ്ധ സമൂഹം കാലത്തിന്റെ അനിവാര്യതയാണെന്ന് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ജി. മറിയക്കുട്ടി. മമ്പാട് MES കോളേജിൽ സപ്തദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ക്രിസ്തുമസ് ആഘോഷം തടസ്സപ്പെടുത്തിയ മാനേജ്മെന്റ് നടപടികൾക്കെതിരെ വിവിധ സംഘടനകൾ രംഗത്ത്. DYFI, SFI പ്രവർത്തകരാണ് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. കെ. കരുണാകരന്റെ മുഖം ഗ്രാനൈറ്റിൽ കൊത്തി നിലമ്പൂർ സ്വദേശി ശ്രദ്ധേയനാകുന്നു. നിലമ്പൂർ ചരിത്രം ആർട്സ് നടത്തുന്ന ഷാനവാസാണ് കരവിരുദ്ധമായി രംഗത്തെത്തിയത്. വാർത്തകൾ വിശദമായി. തിരുപ്പിറവിയുടെ സന്ദേശവുമായി ക്രൈസ്തവ സമൂഹം ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിലെ ചടങ്ങുകൾക്ക് ശേഷം പ്രത്യേക ചടങ്ങുകളോടെയാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഭൂജാതനായ രക്ഷകന്റെ ജനനത്തിരുനാളാണ് ക്രൈസ്തവ സമൂഹം ആഘോഷിക്കുന്നത്. 25 നാൾ നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക ചടങ്ങുകളോടെയാണ് ക്രൈസ്തവർ തിരുപ്പിറവി ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. രാവിലെ കുടുംബത്തിലെ മുതിർന്ന അംഗം കേക്ക് മുറിക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണവും സമാധാന സ്നേഹ സൗഹൃദങ്ങൾ പകർന്നു നൽകിക്കൊണ്ടുള്ള കുടുംബ സന്ദർശനങ്ങളും നടത്തും. കുടുംബാംഗങ്ങൾ ആഘോഷവേളകളിൽ ഒത്തുചേരുന്നതും ബന്ധുവീടുകൾ സന്ദർശിക്കുന്നതും ക്രിസ്തുമസ് ദിനത്തിന്റെ പ്രത്യേകതയാണ്. വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നു നൽകി ക്രൈസ്തവ സമൂഹം ക്രിസ്തുമസ് ആഘോഷിച്ചു. അലങ്കരിച്ച ക്രിസ്തുമസ് ട്രീകളും പുൽക്കൂടുകളും വർണ്ണശോഭ വിടർത്തിയ സായന്തനത്തെ സാക്ഷി നിർത്തി ദേവാലയങ്ങളിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിന്റെ സന്ദേശവുമായി കരോൾ ഗാന സംഘങ്ങൾ വൈകുന്നേരത്തോടെ തന്നെ ദേവാലയങ്ങളിൽ സർവീസ് നടത്തി. തുടർന്ന് സന്ധ്യാപ്രാർത്ഥന, പ്രദക്ഷിണം, തിരിയൊഴിച്ചലിന്റെ ക്രമം, തിരുപ്പിറവി ശുശ്രൂഷ, കുർബാന എന്നിവയോടെയാണ് വിശ്വാസികൾ ക്രിസ്തുമസിനെ എതിരേറ്റത്. ചടങ്ങുകൾക്ക് ശേഷം കേക്ക് മുറിച്ചും ആശംസാ കാർഡുകൾ കൈമാറിയും വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. ചോക്കാട് സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന കുട്ടികളുടെ വിവിധ പരിപാടികൾ, തീയൊഴിച്ചലിന്റെ കർമ്മം, കുർബാന എന്നിവയ്ക്ക് ഫാദർ ജോർജ് പൊക്കത്തായിൽ കാർമ്മികത്വം വഹിച്ചു. പൂക്കോട്ടുംപാടം സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് ഫാദർ അനിൽ മുഞ്ഞനാട്ട് കാർമ്മികത്വം വഹിച്ചു. TK കോളനി സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്ന കരോൾ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് കോക്കണ്ടത്തിൽ കാർമ്മികത്വം വഹിച്ചു. ചുള്ളിയോട് പ്രത്യാശനാഥ ദേവാലയത്തിലെ തിരുകർമ്മങ്ങൾക്ക് ഫാദർ അനൂപ് അബ്രഹാം ഇലവുങ്കച്ചാലിൽ കാർമ്മികത്വം വഹിച്ചു. തേൾപ്പാറ സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ഫാദർ സിജോ പാലാടും, ചോക്കാട് സെന്റ് തോമസ് മാർത്തോമ ദേവാലയത്തിലെ തിരുകർമ്മങ്ങൾക്ക് റവറൻ PS ജാക്സണും കാർമ്മികത്വം വഹിച്ചു. പൂക്കോട്ടുംപാടം യമാനിയ ഇസ്ലാമിക് സെന്ററിന്റെ 13ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി സ്വലാത്ത് ദുആ സമ്മേളനം സംഘടിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് നടന്ന സമ്മേളനം KV അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ C. നാണി ഹാജി അധ്യക്ഷത വഹിച്ചു. KT ഉമ്മർ മൗലവി സ്വാഗതവും MT ഹക്കീം നന്ദിയും പറഞ്ഞു. ആസീസ് മുസ്ലിയാർ മൂത്തേടം, പൂക്കോയത്തങ്ങൾ തട്ടിയേക്കൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. രാവിലെ 9 മണിക്ക് നടന്ന വനിതാ സംഗമം കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സൈനബ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K. ഹബീബ ആശംസകൾ അർപ്പിച്ചു. അവമതിക്കപ്പെടുന്ന സ്ത്രീത്വം എന്ന വിഷയത്തിൽ റംലത്ത് ടീച്ചർ വളവന്നൂർ ക്ലാസ് എടുത്തു. നസീമ ടീച്ചർ സ്വാഗതവും ഷംസുന്നീസ ടീച്ചർ നന്ദിയും പറഞ്ഞു. ഉച്ചയ്ക്ക് നടന്ന വിദ്യാർത്ഥി യുവജന സംഗമം നൌഷാദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അലവി മുസ്റ്റിയാർ അധ്യക്ഷത വഹിച്ചു. ഫവാസ് പോന്തിരുത്തി ആശംസകൾ അർപ്പിച്ചു. റിഷാദ് കാളികാവ് സ്വാഗതവും SKSBV സെക്രട്ടറി നന്ദിയും പറഞ്ഞു. വൈകുന്നേരം നടന്ന പ്രവാസി സംഗമം മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൈനോട്ട് ബാപ്പട്ടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹംസ കുരിക്കൾ, ഹുസൈൻ മാസ്റ്റർ, സലീം എടക്കര എന്നിവർ പ്രസംഗിച്ചു. അബ്ദുസലാം നന്ദിയും അബ്സലാം സ്വാഗതവും അഫ്സൽ മുണ്ടശ്ശേരി നന്ദിയും പറഞ്ഞു. ലഹരി വിരുദ്ധ സമൂഹം കാലത്തിന്റെ അനിവാര്യതയാണെന്ന് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG. മറിയക്കുട്ടി ടീച്ചർ പറഞ്ഞു. മമ്പാട് MES കോളേജ് സപ്തദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രസിഡന്റ്. ഈ റൂമിന്റെ അകത്ത് കിടക്കുന്ന ഒരാൾക്ക് ഒരു വണ്ടി മുട്ടി മരിക്കുവാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ്, അല്ലേ? ഞാൻ ദൈവവിധിയെ കുറിച്ചല്ല നിഷേധിക്കുന്നത്.
പടച്ചവന്റെ തീരുമാനത്തെ അല്ല ഞാൻ റിജക്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ട് നമ്മുടെ ചർച്ചയിൽ വരുന്ന ഒരു കാരണങ്ങൾ അല്ലെ, മരണത്തിന് ചില കാരണങ്ങളാണ് പറയാറുള്ളത്. അറ്റാക്ക് ആയിരുന്നു, ക്യാൻസർ ആയിരുന്നു, അപകടമായിരുന്നു എന്ന തരത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഒരു കാരണത്തിൽ ഇയാൾക്ക് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴുള്ള ഒരു അപകടം സംഭവിക്കാൻ സാധ്യത കുറവാണ്. MES കോളേജ് സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ EM അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. സ്ത്രീധനവും ലഹരിയുമാണ് സമൂഹത്തിന്റെ വെല്ലുവിളികളെന്നും ഇതിനെ ഇല്ലാതാക്കാൻ യുവത്വം രംഗത്ത് എത്തണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആലിപ്പറ്റ ജമീല, PTA പ്രസിഡന്റ് ഹംസ, അമ്പലക്കടവ് വാർഡ് മെമ്പർ പറമ്പാടൻ ഉമ്മർ, NSS പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അസ്കർ, മുജീബ്, വിവേക്, ഫായിസ് എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി തടയണ നിർമ്മാണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, അയൽക്കൂട്ട സംഗമം, വീട് നിർമ്മാണം, സാഹസിക യാത്ര തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. ഇനിയൊരു ഇടവേള.